നാദസ്വരം എല്ലാം കിട്ടുമെങ്കിൽ കൊടുക്കാമെങ്കിൽ പുള്ളി അത് റെഡിയായി വന്നേക്കോ. നോബുചേട്ടനെ നേരിട്ട് കണ്ടപ്പോ സീരിയസ് ആയിട്ടൊരു ക്യാരക്ടറായിട്ട് എനിക്ക് തോന്നിയത്. അതെ, പിന്നെ പിന്നെ മാറിക്കോളും. കേരളത്തിലെ എണ്ണപ്പെട്ട 2 കുടിയന്മാരാണ് എന്റെ അപ്പുറം ഇപ്പുറം ഇരിക്കുന്നത്. സാധ്യ കള്ളുടിയന്മാര്. പ്രോത്സാഹന സമ്മാനങ്ങളും കൊടുക്കണേ. എന്നെ ഒന്നും ഒട്ടും താല്പര്യമായിരുന്നു. ഇല്ല, അത് രാത്രി ഒരു ഹായ് അയച്ചു നോക്കിയാൽ കൊത്തമ്മ കൊത്തും കണക്ക് കൊത്തും. ചുമ്മാ വിഷ്ണു അവിടെ ഇരിക്കണം. ഇന്ന് വൈകിട്ട് ഹായ് അയക്കുമല്ലേ. ഞാൻ നിന്നത് എന്തോ പറഞ്ഞില്ല. ഞാൻ എൻ്റെ പൊന്നു സുഹൃത്ത്, ഞാൻ ഇന്നലെ ഇല്ല, ജനിച്ചിട്ട് പോലും ഇല്ല. ഇതിപ്പോ ഇച്ചിരി നോർമലാ, നല്ല ഫിറ്റ് ആളിയാ. നീ അങ്ങ് ആസ്വദിക്കുവാണോ? കൗമുദി ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. കൗമുദി ടിവിയുടെ ഈ ഒരു ഓണക്കാലം ആഘോഷമാക്കാനായിട്ട് ഇതാ മലയാളി പ്രേക്ഷകരെ ഒരുപാട് ചിരിപ്പിക്കാനും എൻ്റർടൈൻ ചെയ്യിക്കാനുമായിട്ട് സാറ്റർഡേ സൺഡേ ദിവസങ്ങളിൽ നിങ്ങളെ കാണാനായിട്ട് ഹാസ്യത്തിൻ്റെ രാജാക്കന്മാർ കൗമുദി ടിവിയിലൂടെ എത്താൻ പോവുകയാണ്. ഗോലിസോഡ എന്ന സിറ്റ്കോമിൻ്റെ ഓണം സ്പെഷ്യൽ ചാറ്റ് ഷോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. സോ ഗോലിസോഡയുടെ സിറ്റ്കോമിൻ്റെ ദി ഡയറക്ടർ ആൻഡ് ദ റൈറ്റർ ഇരുവരെയുമാണ് ഞാൻ ആദ്യമായിട്ട് നിങ്ങൾക്ക് മുന്നിലേക്ക് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. എന്താ പറയുക, ഒരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമൊന്നുമില്ലാതെ ഹാസ്യം കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയുന്ന 2 പേരാണ്. വെൽ സീസൺഡ് ആയിട്ടുള്ള 2 ആർട്ടിസ്റ്റുകളാണ്. ഒരുപാട് സ്നേഹത്തോടെ ഇൻവൈറ്റ് ചെയ്യുന്നു ദ ഡയറക്ടർ ബിനു വി കമൽ ആൻഡ് ദ റൈറ്റർ വാമനപുരം മണിച്ചേട്ടൻ. നമസ്കാരം. ഒരുപാട് വർഷത്തെ പരിചയമുള്ള ആൾക്കാരാണ്. മണിച്ചേട്ടൻ ഈ പറഞ്ഞതുപോലെ ഒരുപാട് രസകരമായിട്ടുള്ള കുട്ടി കുട്ടി സ്റ്റോറീസ് ആണെങ്കിലും നല്ല ഭംഗിയായിട്ട് എഴുതുന്ന ഒരാളാണ്. അത് കൃത്യമായിട്ട് തുന്നിക്കെട്ടാൻ അറിയുന്ന ഒരാൾ കൂടിയാണ് ബിനു എന്ന് പറയുന്നത്. സോ ഗോലിസോഡയെ പറ്റി എന്താണ് പറയാനുള്ളത്, ബീങ് എ ഡയറക്ടർ? ഗോലിസോഡ എന്ന് പറയുന്നത് ഞങ്ങളുടെ മനസ്സിൽ തോന്നിയ ഒരു ആശയമല്ല. അത് ആദ്യമായിട്ട് ഈ ആശയം വരുന്നത് കൗമുദി ടിവിയുടെ പിന്നെ ക്രിയേറ്റീവ് ഹെഡായിട്ടുള്ള സന്തോഷ് ചേട്ടൻ്റെ മനസ്സിലാണ് ഈ ഒരു ആശയം ഉടലെടുക്കുന്നത്. അദ്ദേഹം അത് എന്നോട് പങ്കുവയ്ക്കുകയും അത് ഞാൻ മണിയണ്ണനോട് സംസാരിക്കുകയായിരുന്നു. അപ്പം ആ മണിയണ്ണൻ പറഞ്ഞു, നമ്മുടെ നാട്ടിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളില്ലേ, ബിനുവിൻ്റെ നാട്ടിലും എൻ്റെ നാട്ടിലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, കുഞ്ഞു കുഞ്ഞു നടന്ന സംഭവങ്ങൾ, ഇതിലെ കഥാപാത്രങ്ങളെല്ലാം ഒരു പക്ഷേ ജീവിച്ചിരിക്കുന്നവരും ഇല്ലേ, മൺമറഞ്ഞവരൊക്കെ ഉണ്ട്. നടന്ന ചില സംഭവങ്ങളുടെ ഹാസ്യ രൂപീകരണമാണ് അതാണ്. പിന്നെ ഇതിൽ എനിക്ക് തോന്നുന്നു ഭയങ്കര വലിയൊരു സ്റ്റാർ സ്റ്റഡഡ് ആയിട്ടുള്ള ഒരു സിറ്റ്കോം ആയിരിക്കും. എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഇതുവരെ സംഭവിച്ചതിലെ ഏറ്റവും എന്താ പറയുക ഭയങ്കര ടാലന്റഡ് ആയിട്ടുള്ള കോമഡി ആർട്ടിസ്റ്റുകൾ എല്ലാവരും വരാൻ പോവാണ്. മികച്ച ആർട്ടിസ്റ്റുകളാണ് ഇതിൽ ഒന്നിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു പ്രഷർ നമുക്കുണ്ട്, ആർക്ക് എന്തൊക്കെ എഴുതണം എന്നുള്ളത്. കാരണം തുല്യമായിട്ട് നമ്മൾ അവർക്ക് എഴുതിയാലേ പറ്റത്തുള്ളൂ. അപ്പൊ ഇത് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന ഒരു വിശ്വാസം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ, സാധാരണ സിറ്റ്കോമുകളിൽ വെർബൽ ഹ്യൂമറിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. പക്ഷെ ഇതിൽ നമ്മൾ സ്ലാപ്സ്റ്റിക് ഹ്യൂമറിനും കൂടെ അത് എത്രത്തോളം പ്രേക്ഷകനാണ് പറയേണ്ടത് അത് അല്ലേ, അത് ആ സാഹചര്യങ്ങൾ, അത്തരം സാഹചര്യങ്ങളാണ് അത് കൂടുതലും. അതിനകത്ത് വരുന്ന കഥകളെല്ലാം അത്തരം സാഹചര്യങ്ങളിൽ നിന്ന് രൂപപ്പെട്ട കഥകളാണ്. തീർച്ചയായിട്ടും ഡയറക്ടറെയും റൈറ്ററെയും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ഞാൻ കാണാൻ വെയിറ്റ് ചെയ്യുന്നത് ഇതിന്റെ ദി കാസ്റ്റിനെയാണ്. കാസ്റ്റ് എന്ന് പറയുമ്പോൾ ഇന്ന് മലയാള സിനിമയിലെ തന്നെ ഏറ്റവും ഡിമാൻഡഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ദേ ഇവിടെ ഈ ഗോലിസോഡയ്ക്ക് വേണ്ടി ഒന്നിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനു മുമ്പ് ഇപ്പം നമ്മുടെ റൈറ്റർ എന്ന് വെച്ചാൽ ഇത് ഞങ്ങൾക്ക് മാത്രമായിട്ടല്ല, പിന്നെ ഓടി നടന്ന് പല ചാനലിലും എഴുതുന്ന ആളാണ്. അദ്ദേഹത്തിന് പോകേണ്ടതുണ്ട് അല്ലേ. അപ്പം മനുഷ്യടാ, താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. സീ യു സൂൺ. ഓൾ ദി ബെസ്റ്റ്. സോ ഗോലിസോഡയുടെ കാസ്റ്റിനെയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് അല്ലേ ഡയറക്ടർ? ഓക്കെ, ആദ്യത്തെ ആളെ ഞാൻ വിളിക്കാൻ പോകുന്നു, മലയാളത്തിന് ഏറെ പ്രിയപ്പെട്ട നോബി. ഒപ്പം തന്നെ ജോയിനിങ് ഹിം അഖിൽ. മലയാളികൾക്ക് ഒരുപാട് മലയാളികൾ സ്നേഹിക്കുന്ന നെൽസൺ. ശൂരനാടും കൂടെ ഉണ്ട്. ശൂരനാടും ഉണ്ട്. നെൽസൺ ശൂരനാട്, ഒരു ചെറിയ ശൂരനാട് ചേർത്ത്. അപ്പം എനിക്ക് തോന്നുന്നു നമ്മൾ കണ്ട കാലം തൊട്ട് നമ്മുടെ മനസ്സിലേക്ക് ഇടിച്ചു കയറിയ ഒരു ആർട്ടിസ്റ്റ് കൂടിയാണ് പ്രശാന്ത് ഏട്ടൻ. പ്രശാന്ത് പുന്നപ്ര. ഇനിയിപ്പോ മലയാള സിനിമയുടെ അടുത്ത രാജാവ് എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്ന പോലെ അതാരെന്ന് നിങ്ങൾ ചോദിച്ചില്ലേ, ആളെ ഞാൻ വിളിക്കാൻ പോവാണ്. ഇങ്ങനെ സൈഡിൽ കൂടെ വന്ന് മെയിനിലേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് എന്റെ സ്വന്തം രതീഷ്. പിന്നെ നല്ല സ്ക്രിപ്റ്റ് സെൻസ് ഉള്ള, നല്ല അസാധ്യമായിട്ട് എന്താ പറയാ കൂടെ നിന്നൊക്കെ പ്ലേ ചെയ്യാൻ പറ്റുന്ന ഒരു ആർട്ടിസ്റ്റാണ് സെന്തിൽ. ഇനി എനിക്ക് തോന്നുന്നു ഞാൻ കണ്ടതിൽ ടങ് സ്ലിപ്പ് ഇല്ലാതെ ഒരൊറ്റ ടേക്കിന് ഡയലോഗ് പറഞ്ഞ് വെട്ടിപ്പായിട്ട് ഇറങ്ങി പോകുന്നത് തിരുവോണത്തിന് രാത്രി കിട്ടി കളിപ്പിച്ച് നോക്ക്. അല്ല, ടങ് സ്ലിപ്പ് ഇല്ല, കൈവറയിലുണ്ട്. തിരുവോണത്തിന് മാത്രമല്ല, ക്രിസ്മസ്, ഈസ്റ്റർ അങ്ങനെ മുതലായ നമ്മളെല്ലാം ആഘോഷിക്കുന്ന ദിവസങ്ങളിൽ, കല്യാണ ദിവസങ്ങൾ, അവനെ വിളി പാവം. ടങ് സ്ലിപ്പ് ഇല്ലാതെ സ്ലിപ്പ് ഇല്ലാത്ത സത്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ബിക്കോസ്
ഇവരെല്ലാരും എനിക്കൊരു 10-16 വർഷമായിട്ട് അറിയാം. ഒരുപാട് സ്നേഹത്തോടെ. അവന് ഏതോ സ്കിറ്റിന് വേണ്ടി പൂജാരിയായിട്ട് ഒരുങ്ങി നിൽക്കുകയായിരുന്നു. വിളിക്കാം മകനെ ഇപ്പൊ. കിരൺ. കരിയൊക്കെ മാറ്റി ഇപ്പൊ. അപ്പോ കൗമുദി ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഗോലി സോഡയുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇത് നമ്മൾ പറയാൻ പോവാണേ. ഞാൻ കൗണ്ട് ചെയ്യും ഒരുമിച്ച്. നമ്മുടെ ഒരു ഒത്തൊരുമ കാണിക്കാൻ പോവാ നമ്മൾ കേട്ടോ. 3, 2, 1. കൗമുദി ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഗോലി സോഡയുടെ ഓണാശംസകൾ. എങ്ങനെയോ അങ്ങ് ഒപ്പിച്ചേർത്തത് സീരിയസ് ആയിട്ട്. അല്ല അതൊക്കെയാണ് ബുദ്ധി എന്ന് പറഞ്ഞാൽ ലിപ്പ് മാത്രമേ ഇടാവൂ. ഇതാണ് ഗോലി സോഡ എന്ന് പറയുന്നത്. ഈ കണ്ടില്ലേ നിന്റെ സൗണ്ട് ഞാൻ കേട്ടതേ ഇല്ല. എന്റെ ഒരു 16 വർഷത്തെ എന്റെ കരിയർ തുടങ്ങുമ്പോൾ തൊട്ട് ഞാൻ കാണുന്ന മുഖങ്ങളാണ്. നല്ല പ്രായമുണ്ട്. പക്ഷേ ഞാൻ ആലോചിച്ചത് എനിക്ക് ഇവരുടെയൊക്കെ പ്രായം അറിയാം. 16 വർഷത്തെ കരിയർ ഇടുമ്പോൾ മീരയുടെ പ്രായം എത്ര? തുടങ്ങിയതേ 32ാമത്തെ വയസ്സിലാണ്. വന്നിട്ട് ഒരു കുട്ടി പാവാട ഇട്ട് നമ്മുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ചോദിക്കും, ചേട്ടാ ഏതാണ് ചേട്ടാ, ഏതാണ് ചേട്ടാ, നമ്മുടെ മോളെ നീ മാറിക്കടി. അപ്പൊ ഞാൻ മാറിക്കാൻ ചേട്ടാ. അങ്ങനെ നിന്ന കുട്ടിയാണ് ഇപ്പൊ എത്ര വയസ്സായോ നമുക്കൊന്നും അറിയത്തില്ല. അതുകൊണ്ട് നമ്മൾ ഇവരെ ഒന്ന് ഇനി ഇരുത്താൻ പോവാണ്. നമുക്കൊന്ന് ഇരുന്ന് സംസാരിച്ചാലോ? ഇരുത്താൻ നോക്കണ്ട. അങ്ങനെ ഇരിക്കുന്ന പാർട്ടികളല്ല ഞങ്ങളെ കുറെ പേര് ഇരുത്താൻ നോക്കിയത്. 1/2 മണിക്കൂർ നിൽക്കേണ്ടി വരും. ആരും ഇരുത്തത്തില്ല. അപ്പോ ആദ്യം പറഞ്ഞ പോലെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ് ഈ ഗോലി സോഡയ്ക്ക് വേണ്ടി ഒരുമിക്കുന്നത് കൗമുദി ടിവിയിലൂടെ. ആൻഡ് എനിക്ക് തോന്നുന്നു ഞാനൊക്കെ കണ്ട കാലം തൊട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 കുടിയന്മാരുള്ളത്. അതിലെ മേജർ കുടിയൻ എന്ന് പറയുന്നത് നമ്മുടെ ബൈച്ചേട്ടൻ. ഞാൻ ആദ്യം കാണുമ്പോൾ പ്രശാന്ത് ഏട്ടാന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല, ബൈച്ചേട്ട. കാരണം അയ്യപ്പ ബൈജു 2 മേജർ കേരളത്തിലെ എണ്ണപ്പെട്ട 2 കുടിയന്മാരാണ് എന്റെ അപ്പുറം ഇപ്പുറം ഇരിക്കുന്നത്. അല്ല, അത് കഴിഞ്ഞപ്പോ അയ്യപ്പ ബൈജു എന്ന് പറയുന്ന ഐക്കോണിക് ക്യാരക്ടർ കഴിഞ്ഞ് ഗോലി സോഡയിലേക്ക് വരികയാണ്. ഇതിൽ എന്താണ് ക്യാരക്ടറിനെ പറ്റിയൊന്ന് പറയാൻ പറ്റുമോ പ്രശാന്ത് ഏട്ടാ? ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു സ്ഥിരം ഉള്ളൊരു 4 പേരുണ്ട്. അതിൽ ഞാൻ ചില ക്യാരക്ടറുകൾ ചില എപ്പിസോഡിൽ ചെയ്യും പല. അല്ല, ഇത്രയും പ്രശാന്തായിട്ട് ഇത്രയും നീറ്റ് ആയിട്ടൊക്കെ സംസാരിക്കുന്നത് വളരെ കുറച്ച് അവസരങ്ങളിലേ ഉള്ളൂ. കാരണം സ്റ്റേജിലാണെങ്കിൽ അല്ലെങ്കിൽ പുള്ളി അടുത്തൊരു മുണ്ടിന്റെ പരസ്യത്തിൽ അഭിനയിക്കുന്നത്. കാര്യം ഈ മുണ്ട് കൊടുക്കാൻ 3 മണിക്കൂർ എടുത്തു. അല്ല, വന്നപ്പോ എന്നൊക്കെ പറഞ്ഞു നീ പിന്നെ ഈ ഓണത്തിന് മുണ്ടിന്റെ കാര്യം പറഞ്ഞ നിന്റെ വിളിച്ച് പറഞ്ഞോ. മുണ്ടോ? ഞാനത് ഉപയോഗിക്കാറില്ല. എനിക്ക് അതിന്റെ ആവശ്യം എന്ത്? ഞാൻ മുണ്ട് കൊടുക്കാറില്ല. കുഴപ്പമുണ്ടോ? ഞാൻ കോൺഫിഡന്റ് തകർത്ത് ബാക്കി കിടന്ന് നടക്കുകയാണ്. ഉടുക്കും ശരിയാവൂല. പ്രശാന്തന് കൂട്ടായിട്ട് ഒരു ജുബ്ബ കിട്ടിയാലേ അത് ജസ്റ്റ് ഊരി മാറ്റിയതാണ്. നെൽസൺ ഒരു ഷെർഷാടാ ജുബ്ബ എടുത്തിട്ടായിരുന്നു. കറക്റ്റ് ഇതിന്റെ ഇടയില് ജുബ്ബ തേച്ചിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ വെച്ച് കേട്ടാ, ഇങ്ങനെ വെച്ചിട്ട് ജുബ്ബ കൊണ്ടുവന്ന ഞങ്ങളെല്ലാവരും നോക്കി വേണ്ട ഞാൻ ഇതിട്ടകുമാരനെ കൊല്ലും. അതുകൊണ്ട് അല്ല, അത് പുള്ളിക്ക് അത് തന്നെയായിരുന്നു താല്പര്യം. പക്ഷെ അത് ഇട്ടുകൊണ്ട് വരുമായിരുന്നെങ്കിൽ അവന്റെ കണ്ണടിച്ചു പോയനെ. അല്ല, കണ്ണടിച്ച് പോകുന്നതല്ല. മോളെ ഞാൻ നല്ലൊരു ജുബ്ബ എടുത്തായിരുന്നു. ഇട്ടപ്പം ഇവന്മാരെല്ലാം ഷർട്ട് എന്നെ അങ്ങ് പ്രോത്സാഹിപ്പിക്കുന്നു. അന്നങ്ങ് ഇട് ഇവനെല്ലാം ഞാൻ കണ്ട അതിനപ്പുറം കൊല്ലാൻ വേണ്ടി എന്നുള്ള കാര്യം ഈ പൂച്ചക്കണ്ണനൊക്കെ നമ്മളെ എന്നെ കൊല്ലാക്കല ചെയ്യുന്ന ഞാൻ അത് ബുദ്ധിപൂർവ്വം അതങ്ങ് മാറ്റി. എന്നിട്ട് ഞാൻ ഒരു ഷർട്ട് എടുത്തു. അല്ല, കുടുംബത്തിൽ മുതിർന്ന ഒരു ഓണത്തിനൊക്കെ ജുബ്ബ ഇടുന്നതാണ് നല്ലത്. തറവാട് മുതിർന്ന വെച്ചാൽ നീ ഇടണമായിരുന്നു. അണ്ണ വയറ് വിട്ട് ഇപ്പൊ പൊട്ടി തെറിക്കുന്ന 2 കുടിയന്മാരെ പറഞ്ഞില്ലേ. ഞാനാണ് ആദ്യം കുടിയൻ്റെ ചെയ്യുന്നത്. പ്രശാന്ത് ചെയ്യുന്നതിന് പ്രശാന്തിന് നല്ലപോലെ അറിയാം. പ്രശാന്ത് അന്ന് തന്നെ സംവിധാനം ചെയ്യാൻ വരുമായിരുന്നു. കോട്ടയം നാഷണൽ നമ്മുടെ പിന്നെ ഗോപനല്ലല്ലോ, സാബുവിൻ്റെ അന്ന് അവൻ പേരെടുത്ത ആർട്ടിസ്റ്റാണ്. ആരാണ്? പ്രശാന്ത്. അദ്ദേഹം വരും. അപ്പോൾ ഞാൻ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ പുള്ളി ചെയ്യുന്നത് തീപ്പെട്ടി കമ്പി ഇങ്ങനെ ഉരയ്ക്കുന്നതും അതൊക്കെ കുറേ സംഭവങ്ങളുണ്ട് ചെയ്യുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഈ കുടിയനൊക്കെ ചെയ്യുന്നത്. കുടിയനൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് അവസരം ആദ്യം തരുന്നത് എൻ്റെ ജീവിതത്തിൽ ഒരു കാസറ്റിൽ ആദ്യം അവസരം തരുന്നത് പ്രശാന്താണ്, കള്ളുകൂടിയും ചെയ്യാൻ. പക്ഷെ എനിക്ക് പോകാൻ പറ്റിയില്ല, എന്നെ വിട്ടതുമില്ല. ആരാന്നറിയാമോ? ഞാൻ പേര് പറയുന്നില്ല, തിരിച്ചെടുത്തു. അതൊക്കെ പറ, ഒരു അടി ഉണ്ടാവട്ടെ. അല്ലല്ല, വേണ്ട. എനിക്ക് ആദ്യം അവസരം തരുന്നത് പ്രശാന്താണ്, കള്ളുകൂടിയൻ ചെയ്യാൻ. നീ പോടാ എന്ന് പറഞ്ഞു. കണ്ണൂരോ എവിടെ കള്ളുകൂടിയന്മാര് തമ്മിൽ അങ്ങനെ ഈഗോ പ്രോബ്ലം ഒന്നുമില്ല. ലോകത്തിൽ ഈഗോ ഇല്ലാത്ത ഒരു വർഗം. അല്ല, ആദ്യം തരുന്നത് നീ. അതേ കുറിച്ച് പറയുമ്പോ തന്നെയുള്ള ഒത്തൊരുമ
അതല്ല, ഇതിലേക്ക് ഗോലി സോഡയിലേക്ക് വരുമ്പോ ഞാൻ പറഞ്ഞു ഈ ഒരു വൈബ് ആയിരിക്കും കേട്ടോ മൊത്തത്തിലുണ്ടാവും. നോബിയുടെ ക്യാരക്ടർ എന്താണ് ഗോലി സോഡയിലെ? പ്രായത്തിനുള്ള ക്യാരക്ടറാണോ അതോ നോബിയാണ് അതൊക്കെ പ്രത്യേക റോളൊന്നും ഇല്ലെന്ന്, ചുമ്മാ വന്ന് കയറി എന്തെങ്കിലും പറഞ്ഞിട്ട് പോകുന്നു. നോബിയെ ചുറ്റിപ്പറ്റിയാണ് ഈ കഥ മുന്നോട്ട് പോകുന്നത്. Okay. അതായത് പറ്റുമോ? ഇതില് അനിയണ്ണൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ, ഇവരെയൊക്കെ അണ്ണനാണ്, പക്ഷെ ഇവരുടെ അണ്ണനല്ല. ഇവർ രണ്ടുപേരും ഇതില് ഇവരൊക്കെ മുതിർന്ന ആരാണ് ഞങ്ങൾ അങ്ങനെ മാറ്റി നിർത്തിയപ്പോ മുതിർന്ന അങ്ങനെയല്ല പറഞ്ഞത്, ക്യാരക്ടർ പറയാണ്. അല്ല തമാശ പറഞ്ഞത്. അല്ല ഇവരാണ് എല്ലാത്തിലും നമ്മളെ കൊണ്ടുവരുന്നത്. ബിനോണ സീരിയസ് ആവല്ലേ? ഭയങ്കര സീരിയസ്? ഡയറക്ടർ അല്ലേ സീരിയസ് ആയിട്ട് സംസാരിക്കുന്നത്. ഡയറക്ടറിന്റെ കോമഡി ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഒരു കാര്യം ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ച് ഞാൻ പറയുകയാണ്, മറ്റൊന്നും കൊണ്ട് തോന്നരുത്. ഈ രതീഷ് ഒന്നും മിണ്ടായിരുന്നാൽ ഞങ്ങൾക്ക് ഒന്ന് ചർച്ച ചെയ്യാറ്. ഞാൻ അത് വേറൊന്നുമല്ല. അല്ല, അവന്റെ ശബ്ദം കൊണ്ട് അല്ല, നമുക്കൊന്നും പറയാൻ ഇതിലിപ്പോ പറ്റില്ല. പിന്നെ വിനു ഡയറക്ടർ ആണെങ്കിലും ഈ എല്ലാവരും കൂടിയാണ് അത് ചെയ്യുന്നത്. എല്ലാവരും കൂടി ഒരു ടീം വർക്കാണ്. വിനു ഇപ്പൊ നമ്മള് കുറെ കാര്യങ്ങൾ നമ്മൾ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവന്നെങ്കിൽ പോലും കൃത്യമായിട്ട് നമ്മളെല്ലാവരെയും വിനുവിനെ അറിയാവുന്നുണ്ട്. എല്ലാവരുടെയും പൾസ് കൃത്യമായിട്ട് അറിയാം. വെള്ളിക്ക് ഇഷ്ടപ്പെടാതെ അവന് മനസ്സിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു രീതി, ഇപ്പം ഞാനായാലും നോബി ആയാലും ഈ ഇരിക്കുന്ന പിന്നെ പ്രശാന്ത് ആയാലും ആരഭിനയിച്ചാലും ശരി തന്നെ, അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനൊരു ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലെങ്കിൽ അത് അപ്പോൾ തന്നെ നമ്മൾ വന്ന് പരസ്യമായിട്ട് പറയില്ല, രഹസ്യമായിട്ട് നമ്മൾ പറഞ്ഞാൽ അതെങ്ങനെ ചെയ്യുക, അതങ്ങനെ ചെയ്യുക, അങ്ങനെ. അണ്ണാ നിങ്ങൾ അണ്ണാന്നല്ലേ വിളിക്കുന്നത്? പിന്നെ എല്ലാവരും വേറെയാണ് പറയുന്നത്. ഞാൻ ഇപ്പം 15 അല്ല, നമ്മൾ എന്ന് എത്ര വർഷം പരിചയമുണ്ട്? 16 അന്ന് മുതൽ നമ്മൾ ഈ വോഡാഫോണിൽ നിന്ന് വരുമ്പോഴാണ് ഇദ്ദേഹമായിട്ട് പരിചയമാവുന്നതും ഒക്കെ. അന്ന് മുതൽ ഞാൻ കേട്ടിട്ടുള്ളതാണ് ശങ്കർ കമലഹാസൻ. ഈ 2 പേര് എൻ്റെ ജീവിതത്തിലെ പ്രധാന ഭാഗങ്ങളാണ്. ആണാണ്. അത് ശങ്കറിന്റെ പടങ്ങളൊക്കെ അവന്റെ മനസ്സിൽ. വീട്ടില് ഒരു റൂം തന്നെ ഉണ്ടല്ലേ? ആണ്. ഒരു ലൈബ്രറി, കുറെ പുസ്തകങ്ങള്, ശങ്കറിന്റെ പടം, അപ്പുറത്തൊരു ഫുള്ള് അവിടെ ഇരുന്ന് കുടിക്കുന്നുണ്ട്. നെൽസൺ എന്താണ് ഗോലി സോഡയിലെ നെൽസന്റെ ക്യാരക്ടർ എന്താണ്? വേണു, വെട്ടോത്തി വേണു എന്നാണ് പേര്. ഈ വെട്ടോത്തി വേണു വൃത്തിയായിട്ടില്ല. വെട്ടോത്തി വേണു എന്ന് പറഞ്ഞാൽ ഈ പിന്നെ ആൾക്കാരെ വെട്ടിക്കൊല്ലുകയോ അങ്ങനെ ഒരു ഭയങ്കര ബ്ലഡ് ഇതിന്റെ കഥയൊന്നും അല്ല. പുള്ളി എന്ന് വെച്ചാൽ ഗുണ്ടയല്ല. പുള്ളി എന്ന് പറഞ്ഞാൽ വെട്ടോത്തി എന്ന് വെച്ചാൽ ആരെ കഴുത്തറുത്ത് ജീവിക്കാം, അതായത് പൈസ ആനുകൂല്യങ്ങൾ നേടാം, എവിടെ ഫ്രാഡ്, അങ്ങനെ ഒരു അതാണ് വെട്ടോത്തി വേണുവിന്റെ. ഈ അനിയെ ചുറ്റിപ്പറ്റിയാണ് വെട്ടോത്തി വേണു ജീവിക്കുന്നത്. അനിയെ കൊണ്ട് മാത്രം ജീവിക്കുക ആണല്ലേ? രതീഷിന്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് പിന്നെ ഒരു മന്ദബുദ്ധി, തീരുമാനിച്ചില്ല. ഒരു മന്ദബുദ്ധി. കീരിന്ന് പേരേ ഉള്ളൂ, പറയുന്ന മൊത്തം അബദ്ധമാണ്, വായിന്ന് വീഴുന്ന മൊത്തം. മൂരിക്കുട്ടന്റെ ലുക്കും പേര് കീരിക്കുട്ടനും. അഖിലിന്റെ ആണ് വിരളി ലാലു. അതായത് പിന്നെ പുള്ളി ഒരിടത്ത് അടങ്ങിയിരിക്കില്ല, എല്ലാ സ്ഥലത്തും കാണും. പിരിപിര നമ്മുടെ ഈ പരൽമീൻ പോകും കണക്ക് പോകുന്ന ഒരു. അഖിലിന് ആദ്യം ഈ പേരിട്ടില്ലായിരുന്നു, അപ്പൊ ഇവിടെ വന്നതിന് ശേഷമാണ് വിരളിന്ന് ഇട്ട് കൊടുത്തത്. അവിടെ വന്നിട്ട് ഭയങ്കര വിരള. അല്ല, അതെല്ലാം കൊണ്ട് ചേരുന്ന എന്തെന്നറിയാവോ, നമ്മുടെ എപ്പിസോഡിൽ എൻഡിട്ടാലും നടത്തത്തില്ല. അറിഞ്ഞോ അറിയാതെ ആണല്ലോ അത് ആപ്റ്റാണ്. അല്ല, നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും ചെറിയ ആളും അഖില തന്നെയാണ്. ചെറിയ ആളും 38 വയസ്സുണ്ട് അവന്. എത്ര ആയാലും അവൻ പേരിൽ കുട്ടി ചേർത്തോണ്ടേ ഇനി വയസ്സായാലും അങ്ങനെ തന്നെ കിടക്കും. അതുപോലെ ഇവന് പ്രായമാവില്ല, ഇവനെ പോലെ ചിലർക്കൊന്നും പ്രായമാവില്ല, മനസ്സിലായി? അതെനിക്കറിയില്ല. എവർഗ്രീൻ പ്രായമാവും, മുഖത്തറിയത്തില്ല. അതെ. അല്ല, നിങ്ങൾ നോബിയുടെ ഈ ഗോലി സോഡയെ പറ്റി, കാരണം ബിനു സംവിധാനം ചെയ്യുന്നു, എല്ലാരും ഉണ്ട്, നമ്മുടെ ഏറ്റവും ഫേവറേറ്റ് ആൾക്കാർ എല്ലാരും ഉണ്ട്, എന്താ തോന്നുന്നു? ഗോലിസോടെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 22 മിനിറ്റേ ഉള്ളൊരു എപ്പിസോഡ്. പക്ഷെ ഷൂട്ട് കഴിയുമ്പോൾ വെളുപ്പിന് 3 മണിയാവും. ഡയലോഗ് സ്ക്രിപ്റ്റ് കൊണ്ടുവരും, എല്ലാവരും കൂടെ അങ്ങോട്ട് ഡെവലപ്പ് ചെയ്തിട്ട് ഒരു സീൻ തന്നെ 30 മിനിറ്റ് 40 മിനിറ്റ് ഒരു സീൻ. ആ സത്യമാണ് അങ്ങനെ സംഭവം. ഈ 22 മിനിറ്റ് ഉള്ളതിന് ഇത്രയും ലെങ്ത് പോകും നമുക്ക്. സെന്തിലേട്ടൻ സത്യത്തിൽ അഭിനയിക്കാൻ വേണ്ടി വന്ന ആദ്യം, വന്നിട്ട് അസോസിയേറ്റ് ആയി. അതും കൊള്ളത്തില്ലേ? 2 ദിവസം കഴിഞ്ഞിട്ടേ ഇടയ്ക്കിടയ്ക്ക് വന്നവിടെ ഇങ്ങനെ ഇരിക്കും. ഇങ്ങനെ ഇരുന്നിട്ട് എടുത്ത് പറയും, ഇത് നടക്കൂല കേട്ടാ, എന്തോന്നും ഇത് ഭയങ്കര പണിയാണ് ഈ അസോസിയേറ്റ്, എനിക്ക് ഇരിക്കാൻ പറ്റില്ല. ലാസ്റ്റ് എനിക്ക് അഭിനയിക്കണം. അല്ലല്ലേ, ഇവർക്ക് എല്ലാവർക്കും നോബിക്കായിരുന്നാലും നെൽസണായിരുന്നാലും ഇവർക്ക് എല്ലാവർക്കും ഒരു ക്യാരക്ടറുണ്ട്, അവരുടെ സ്ഥിരം ഒരു ക്യാരക്ടർ തന്നെ. പക്ഷെ ഞാനും പ്രശാന്തനൊക്കെ ഡെയിലി ഓരോ എപ്പിസോഡിലും ഓരോ ക്യാരക്ടറായിട്ട് വേണം. കാരണം ഇവരുടെ കയ്യിൽ ഒരു ക്യാരക്ടറിന് നിൽക്കുന്നില്ല, ഇവരുടെ കയ്യിൽ നെൽസന്റെ കയ്യിൽ നിന്ന് ഒരു ക്യാരക്ടറിന് നിൽക്കുന്നില്ല. അപ്പൊ പിന്നെ മാറി മാറി ചെയ്യാൻ പറ്റില്ലല്ലോ, നമുക്ക് മാറി മാറി ചെയ്യാം. സെന്തിലിനെ സംബന്ധിച്ച് വേറെ നമ്മളിപ്പോ ചെയ്യുന്നതിനകത്ത്
അത് ഏകദേശം നല്ലതാണോ എന്നറിയാൻ സെന്തിലിന്റെ മുഖത്ത് നോക്കി അറിയാം. ആ ഫ്ലീറ്റ് കാണുമ്പോൾ അല്ല, അല്ല. അത് കൂടിപ്പോയോ കുറഞ്ഞു പോയോ എന്നുള്ള കൃത്യമായിട്ട് പുള്ളിക്ക് അറിയാം. ഒരിക്കലും ഇല്ല, നല്ലതാണെങ്കിലും അറിയാൻ പറ്റൂല. ഇയാള് ചിരി ചിന്നേ വരെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ വേണ്ട ഒരു കുറെ വർഷം സെന്തിലണ്ടനെ ചിരി സെന്തില അറിയപ്പെടുന്ന കോമഡി ആർട്ടിസ്റ്റ് എന്നാണ്. അവരൊക്കെ പറയുമ്പോൾ അവരെല്ലാം പറയുമ്പോൾ നോബി ആയിരുന്നാലും നെൽസൺ ആയിരുന്നാലും രതീഷ് ആയിരുന്നാലും കിരണായിരുന്നു ഇവര് പറയുമ്പോഴൊക്കെ ചിരിക്കുന്നു. നീ ചിരിപ്പിന്നെ സത്യം പറയണം, നിങ്ങൾ ചിരിക്കോളാം. എന്റെ തലയെ തൊട്ട് പ്രസാദന്റെ തലയെ തൊട്ട് ചിരിക്കോ. ഇപ്പൊ എനിക്ക് ചിരിക്കുന്നുണ്ട്. ചെന്തിലിനെ പറഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം പറയാനുണ്ട്. നാദസ്വരം എല്ലാം കിട്ടുമെങ്കിൽ കൊടുക്കാമെങ്കിൽ പുള്ളി അത് റെഡിയായി വന്നേക്കോ. ഇന്നത്തെ ഏറ്റവും വെൽ ഡ്രസ്ഡ്, എന്നെ വിട്ടേക്ക്, ഈ ആണുങ്ങളുടെ ഏറ്റവും നല്ല ആപ്റ്റ് കോസ്റ്റ്യൂമിൽ വന്നേക്കുന്ന ആരാണ്? ഗോലിസോടെ പറഞ്ഞു ജുബയുടെ. എനിക്ക് ഇഷ്ടപ്പെട്ടത് നെൽസന്റെ ആണ്. 7 എണ്ണം മാറ്റി. നല്ല രസമാണ്, അടിപൊളി. ആ, ഒരു കൈ കൊടുത്തേ. എല്ലാവരും ഇത്രേ ഉള്ളു ഫ്രെയിം. ഞാൻ ആ ജുബ്ബകൾ ഇട്ടിരുന്ന തിളങ്ങാൻ, പക്ഷെ യുവമാരെന്നെ കൊന്ന് കൊല വിളിച്ചാണ്. അത് ഞാൻ കാണും. ഇതിലൊട്ടും യോജിക്കാത്ത രീതിയിൽ വന്നു എന്ന് തോന്നുന്ന ആരാണ് ആണുങ്ങൾ? ഡയറക്ടർ ഇന്നാണ് ഇച്ചിരി അടിപൊളിയായിട്ട് ഇന്നെങ്കിലും ഇച്ചിരി വൃത്തിയായിട്ട് വന്നിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ഗോലിസോടെ പറ്റി ഇത്രയും പറയുമ്പോൾ ഇന്ന് മലയാള സിനിമയിലാണെങ്കിലും ടെലിവിഷൻ ഇൻഡസ്ട്രിയിലാണെങ്കിലും ഏറ്റവും ഡിമാൻഡഡ് ആയിട്ടുള്ളവർ തന്നെയാണ് എൻ്റെ വലതും ഇടതുമായിട്ടിരിക്കുന്നത്. അപ്പോൾ അവരെല്ലാവരും കൂടെ ഒന്നിക്കുമ്പോൾ നമുക്കറിയാലോ ഗോലിസോടെ എത്ര കിടിലമായിരിക്കും. സോ മിൽമ നൽകുന്ന സ്പെഷ്യൽ ഗിഫ്റ്റുകൾ നിങ്ങളെ കാത്തിരിക്കുകയാണ്. പക്ഷെ 5 ചോദ്യമുണ്ട്. അത് ഞങ്ങളാരും പാലുകൂടി മാറാത്ത. അപ്പൊ ആദ്യത്തെ ചോദ്യം നോബിയുടെ അടുത്താണ്. ചോദ്യമാണോ? ചോദ്യമുണ്ട്. ഈ ചോദ്യം എന്ന് പറയുന്നത് കുറച്ച് ഇന്റലക്ച്വൽ ആയിട്ട് ആലോചിക്കണം. ഓക്കെ, അപ്പോ ഇതില് ഫസ്റ്റ് ചോദ്യം നോബിയുടെ അടുത്താണ്. അറിയാമെങ്കിൽ വേറെ ആരും ചാടി കയറി പറയരുത്. ഓക്കെ, ആദ്യത്തെ ചോദ്യമാണ്. മിൽമ നൽകുന്ന ഗിഫ്റ്റ് ആണ്. ചോദ്യം ഇസ് ഡാഡി മമ്മി ആകുന്ന സ്ഥലം. ഡാഡി മമ്മി ആകുന്ന സ്ഥലം. ഡാഡി മമ്മി ആകുന്ന സ്ഥലം ഈജിപ്റ്റ്. അയ്യോ, ഇത്രയും ബുദ്ധിയോ? അല്ല ചിന്തിക്കാൻ കറക്റ്റ് അല്ലേ? 3 ചാനൽ അണ്ണൻ ഓണ ഇന്റർവ്യൂവിന് പോയി. 3 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അടുത്ത നെൽസണുള്ള ചോദ്യം. ഒരു റൂമിൽ 6 പേർ കിടന്ന് ഉറങ്ങുകയായിരുന്നു. അതിൽ 2 പേരെ മാത്രം കൊതുക് കുത്തിയില്ല. എന്തുകൊണ്ട്? 6 പേര് കിടന്നുറങ്ങി, ആ റൂമില് കൊതുക് 2 പേരെ മാത്രം കുത്തിയില്ല. എന്തുകൊണ്ടായിരിക്കും? ബാക്കി 4 പേരെയും കുത്തി കൊതുക്. എന്തുകൊണ്ടാ? 2 പേരെ കുത്തിയില്ല, ബാക്കി 4 പേരെ കൊതുക് കുത്തി. 4 പേരെ കുത്തി വന്നപ്പോ അതിന്റെ കൊമ്പൊടിഞ്ഞു വന്നു. ഒരു അവസരം കൂടെ തരാം. പ്രോത്സാഹന സമ്മാനങ്ങളും കൊടുക്കണേ. ഇതിനൊന്നും കൊടുക്കാൻ പാടില്ല. അടുത്ത രതീഷിന് ഒരവസരം. എന്തായിരിക്കും കാര്യം? പറഞ്ഞു കൊടുക്കുന്നില്ല. ഓർത്തോർത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. രതീഷ് എന്തായിരിക്കും കാര്യം? എനിക്ക് ഓർക്കാൻ ഇത്തിരി സമയം വേണം. ഇവിടെ ചോദിച്ചു എന്തേലും പറ. ശരശ്ശേരി പറയും. എടുത്തില്ല. 2 പേരെ കൊതു കുത്തിയില്ല 6 പേരില്, ബാക്കി 4 പേരെയും കുത്തി. എന്തായിരിക്കും ആ കൊതു കുത്താതിരുന്ന 2 പേരെ? ഈ കൊച്ചു ചോദ്യത്തിന് എന്തോ കളഞ്ഞ പോലെ ഇരിക്കുന്നു. നമ്മുടെ മാനം പറഞ്ഞേ ശരിയാവുന്നില്ല. പാല് കുടിച്ച കണക്ക് തന്നെ പറ. അടുത്തേക്ക് ആ 2 പേര് ഗുഡ് നൈറ്റ് പറഞ്ഞിട്ടാ കിടന്ന്. സത്യം പറ. സത്യം ആൻസർ അതായിരുന്നു. ആ 2 പേര് ഗുഡ് നൈറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻ എന്റെ ലോക മലയാളത്തിൽ അടുത്ത ചോദ്യം പറയൂ. മുഖം വന്നാണ്ടോ? ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞാൽ കൊതുക് വരത്തില്ലല്ലോ. അപ്പൊ ഗുഡ് നൈറ്റ് പറഞ്ഞുകൊണ്ടാണ് അവരെ കൊതുക് കുത്താതിരുന്നത്. ഇനി അടുത്തത് ഡയറക്ടറിനുള്ള ഇതാണ്, ക്വസ്റ്റ്യൻ ആണ്. ഒറ്റ തവണ ചോദ്യം പറയുള്ളൂ, ഈ പിന്നെ റിപ്പീറ്റ് ചെയ്യാൻ പറയരുത്. ഒരൊറ്റ തവണ. ഇതിന് ഉത്തരം പറഞ്ഞില്ലെങ്കിൽ നീ നിന്നെ സംവിധാനം ചെയ്യാൻ സമ്മതിക്കില്ല. ഞാൻ പൊയ്ക്കോളാം. ഒറ്റ തവണയേ ഉള്ളൂ കേട്ടോ, പിന്നെ റിപ്പീറ്റ് ചെയ്യാൻ. ഒരു മുത്തശ്ശിക്ക് മൈദ പൊടിപ്പിക്കാനായി ഒരു പുഴ ആയിരുന്നു. പുഴ കടന്ന് അക്കരെ പോണമായിരുന്നു. ഞാനൊന്ന് കേട്ടോട്ടെ. ഒരു മുത്തശ്ശിക്ക് മൈദ പൊടിക്കാനായിട്ട് ഒരു പുഴ കടന്ന് അക്കരെ പോണം. അവിടെ തോണിയുമില്ല. മുത്തശ്ശിക്കാണെങ്കിൽ നീന്താനും അറിയില്ല. മുത്തശ്ശി എന്ത് ചെയ്യും? നിന്റെ വീട്ടില് മൈദ വീണ്ടും പഠിപ്പിച്ചിട്ടാണ് പോണത്. കറക്റ്റ് ആണ്. ആ ചോദ്യത്തിൽ തന്നെ ആൻസർ ഉണ്ടായിരുന്നു.
മൈദ ഓൾറെഡി പൊടിയായിട്ടാണ് ഇരിക്കുന്നത്. ഭയങ്കര ബുദ്ധിയായിട്ടാണ് അഡ്ജസ്റ്റ്മെന്റാ. പിന്നെ എളുപ്പമുള്ള ചോദ്യം ചോദിച്ചു പുള്ളി ഇപ്പോഴേക്കും നീറുന്നു. ഞാൻ പിന്നല്ലേ രതീഷ് എന്നെ ഒന്നും മിണ്ടാതിരിക്കുന്നേ. ഞാൻ സംസാരിക്കുന്നുണ്ട്. സംസാരിക്കാതിരിക്കാൻ വേണ്ടി കാലി ചവിട്ടി പിടിക്കുന്നു നെൽസേണ്ണ. അത് ഞാൻ നിന്റെ നാക്കിലല്ലേ ചവിട്ടി ചെയ്ത്, കാലില് ചവിട്ടി ചെയ്ത്. ഇല്ലെങ്കിൽ ഭയങ്കര രസമായിട്ട് സംസാരിക്കുന്നത്. അപ്പൊ ആര് രതീഷ് പക്ഷെ പെണ്ണുങ്ങളുടെ അടുത്ത് അധികം മിണ്ടത്തില്ല. എന്നെ ഒന്നും ഒട്ടും താല്പര്യമായിരുന്നില്ല. ഇല്ല, അത് രാത്രി ഒരു ഹായ് അയച്ചു നോക്കിയാൽ മതി, അപ്പൊ അറിയാം. ഒറ്റ ഹായ് മതി, അപ്പൊ അറിയാം മിണ്ടോ മിണ്ടോ. കൊത്തും കണക്ക് കൊത്തും. ചുമ്മാ വിഷ്ണു അവിടെ ഇരിക്കണം. ഇന്ന് വൈകിട്ട് ഹായ് അയക്കുമല്ലേ. പിന്നെ 12 വർഷം നിന്നിട്ട് മുഖത്തോട് പോകും പോലും നോക്കിയിട്ടില്ല രതീഷന്റെ. പിന്നെ അവനെ ഞാൻ ഈ ഷോട്ടിന് വേണ്ടി വിളിക്കുമ്പോൾ രതീഷിനെ കാണാറില്ല. അപ്പം ഞങ്ങൾ വാഴത്തോപ്പിന്റെ ഇടയിലേക്കാണ് കൂടുതൽ ഷൂട്ട് ചെയ്യുന്നത്. അപ്പം ഞങ്ങളുടെ ഫീമെയിൽ ആർട്ടിസ്റ്റുകളുണ്ട്, രേഖ, ശ്രുതി, പിന്നെ ചിഞ്ചു, ഇവരുമായിട്ടൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നതാണ്. നമ്മൾ എന്തെങ്കിലും ചോദിച്ചാൽ പറയാം, നിങ്ങൾ വരുന്നതിന് മുമ്പേ തന്നെ അഡ്വാൻസ് ആയിട്ട് ഞാൻ പഠിപ്പിക്കുകയാണെന്ന് അല്ലേ. അതൊക്കെ എപ്പോ ടെലികാസ്റ്റ് ചെയ്യണേ? അതേ നിങ്ങളെ വീട്ടിൽ കിടത്തണം പുള്ളിയെ, അവിടെ ഇറക്കി വിടും. അയ്യോ കഷ്ടം. പക്ഷെ ഒന്നുമില്ല, വെരി അങ്ങനെയുള്ള വിഷയമൊന്നുമില്ല കേട്ടോ. ഇല്ല, രതീഷണില് അതെ നമ്മളിപ്പോ തമാശ രതീഷണ്ണനെ വർഷങ്ങൾ കൊണ്ട് കാണുന്നത് അങ്ങനെ ഒരു ഇത്. പിന്നെ ഇടയ്ക്ക് എന്തൊക്കെയോ ചെറിയ വിഷയങ്ങൾ, ചാറ്റിങ്, അങ്ങനെ പരിപാടി. ഞാൻ രതീഷിന്റെ ഇത് സംഭവം കണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വേറെ ചാനലിൽ വേറെ പ്രോഗ്രാമിന് ഞാൻ ചെല്ലുമ്പം 10-24 പിള്ളേർ അവന്റെ ശിക്ഷണത്തിൽ പഠിക്കണം. ആ പിള്ളേരെല്ലാം സ്റ്റേജിൽ കയറുമ്പോൾ അവന്റെ കാലിൽ തൊട്ട് അനുഗ്രഹം പഠിച്ചിട്ടാണ് കയറുന്നത്. ഞങ്ങൾ ചെട്ടി സാർ 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 എന്ന് വിളിച്ചോണ്ടൊരു 10-20 പിള്ളേർ അവന്റെ കൂടെ. അപ്പോഴിവന്റെ വെയിറ്റ് കാണണം. ചുമന്ന ചെരുപ്പും ഒരു ചുമന്ന തൊപ്പിയും വെച്ച് ചേരാത്ത ഡ്രസ്സും ചുവന്ന ഷൂ എന്നിട്ട് കൊച്ചിയിൽ കൂടെ ഒരു നടത്തുണ്ട്. നിന്റെ ധൈര്യം അത് മാത്രമല്ല സ്കിറ്റ് പഠിപ്പിക്കുന്ന സാറല്ലേ. അത് മാത്രമല്ല, ഇന്ന് ഈ കാല് വിടുന്ന ഏതെങ്കിലും പയ്യനെ തോളെ പിടിച്ച് വേണ്ട വേണ്ട അതില്ല. അല്ല എല്ലാരും അല്ലല്ലോ, ഞങ്ങളവിടെ ഇരിക്കുമല്ലോ, ഓരോ പിള്ളേരും ഒന്ന് ഇങ്ങനെ തൊടുമ്പോഴേ ഇങ്ങനെ നോക്കുന്നു. ഞങ്ങളിങ്ങനെ നോക്കും, എന്നിട്ട് ഇരുട്ടത്തിൽ ഇങ്ങനെ നോക്കും, ഞങ്ങൾ ചിരിക്കും. മതി മതി, ബാക്കിയും കൂടെ ഗോലിസോട. അല്ല, ഗോലിസോടയിലേക്ക് വരുമ്പോ കിരണും അഖിലും എങ്ങനെയാണ് കണക്റ്റഡ് ആകുന്നത്? എന്റെ വല്യച്ഛന്റെ ഇവരെ കണക്ട് ആവുന്നത് ഷെയർ കമ്പനിയാണ്. 120 120 രണ്ടും കൂടെ 280. അവന്റെ വല്യച്ഛന്റെ മോനാണ് ഞാൻ. ഞങ്ങളെ 5 പേരാണ് ഒരു ഗ്യാങ്. നോബി, നെൽസൺ, രതീഷ്, ഞാൻ, അവൻ. അപ്പൊ ഞങ്ങള് പണിയൊന്നുമില്ല, നാടി തെണ്ടിച്ച് നടക്കുന്നവരാണ്. പക്ഷെ ഞങ്ങള് തമ്മിൽ ബന്ധുക്കളാണ്. എന്റെ വല്യച്ഛന്റെ മോൻ. പക്ഷെ നിങ്ങൾ തമ്മിൽ എവിടെയോ ഒരു ചായ ഉണ്ട്. ശരിക്കും നിങ്ങൾ റിലേറ്റഡ് അല്ലല്ലോ. അല്ല, പക്ഷെ പണ്ടൊക്കെ ഞങ്ങള് എന്റെ അനിയനെന്നാണ് ഇവനെ പറഞ്ഞുകൊണ്ടിരുന്നത്. ആണല്ലേ, മാറിപ്പോയിരുന്നു. പിന്നെ അവന്റെ അനിയനാണെന്ന് പറയുമ്പോൾ അവനന്ന് കത്തി നിൽക്കുന്ന സമയമാണോ കിരൺ? അവൻ അഭിമാനത്തോടെ പറയുമായിരുന്നു, ഇന്ന് അവൻ സ്റ്റാർ ആണ്. ഇന്ന് ചോദിച്ചപ്പോ എനിക്ക് അയാൾ അറിഞ്ഞുപോലും കൂടെ. ക്യാരക്ടർ വൈസ് പറയുമ്പോൾ ഞങ്ങൾ ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും അടിയൊക്കെയാണ്. പക്ഷെ എനിക്കൊരാവശ്യം വന്നാൽ അവൻ നിൽക്കും, അവനൊരു ആവശ്യം ഷൂട്ട് കഴിഞ്ഞിട്ട് വൈകുന്നേരം 9 മണിക്ക് മുമ്പ് അറ്റത്തുനിന്ന് ഒരു ഡയലോഗ് പറഞ്ഞ ആ അറ്റത്താണ് പിന്നെ കൗമുദി എംബ്ലോ. ഒരിക്കലും വാറക്കും, പക്ഷെ തുറന്നാ തീർന്നു. ചോദ്യം തീർന്നായിരുന്നു. അല്ലല്ല, ഒരു ചോദ്യം കൂടെ ഉണ്ട്. നെൽസൺ അത് മിൽമയുടെ സമ്മാനം കിട്ടിയിട്ടില്ല, അതുകൊണ്ട് മാത്രം ഒരു ചോദ്യം കൂടെ ഒരു തവണ ചോദിക്കുള്ളൂ, പിന്നെ ചോദിക്കണമെന്ന് അറിയരുത് കേട്ടോ. ഒരു മാവിലുള്ള മാങ്ങ ഒരു കണ്ണു പൊട്ടാൻ കൃത്യമായി എണ്ണി പറഞ്ഞു എങ്ങനെ? ഒരു മാവിലുള്ള മാങ്ങ ഒരു കണ്ണുപൊട്ടൻ കൃത്യമായിട്ട് എണ്ണി പറഞ്ഞു എങ്ങനെ? പറ 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 പറ. എന്തെങ്കിലും ഉത്തരം പറയണ്ടേ? പരീക്ഷക്കാരനെ തൊണ്ടു വയ്ക്കാൻ. ഒരു മാവ്, ഒരു മാവില് ഒരു മാങ്ങ. ഒരു മാവിലുള്ള മാങ്ങകൾ ഒരു കണ്ണുപൊട്ടൻ കൃത്യമായിട്ട് എണ്ണി പറഞ്ഞു എങ്ങനെ? ഒരു കണ്ണ് പൊട്ട, ഒരു കണ്ണല്ലേ പൊട്ടുള്ളൂ. ഈ ഗിഫ്റ്റ് 2 ആക്കണം കേട്ടോ. ഈ ചോദ്യം പറഞ്ഞതോടെ നെൽസൺ IAS കിട്ടിയിരിക്കുന്നു. ഇനി പ്രശാന്ത് ഏട്ടാ ഒരു ചോദ്യം. പ്രശാന്ത് ഏട്ടനോട് ഒരു ചോദ്യം. കവറുപാലാണെങ്കിൽ പകുതി എനിക്കാണ്. ഇത് ഒരു തവണ ചോദിക്കുള്ളൂ. പ്രശാന്ത് പ്രശാന്ത് ഏട്ടനാണ്. ഒരു ഇംഗ്ലീഷ് അക്ഷരത്തിൽ കാക്ക ഇരിക്കുന്നു, ഏതാണ് അക്ഷരം? ഒരു ഇംഗ്ലീഷ് അക്ഷരത്തിൽ കാക്ക ഇരിക്കുന്നു, ഏതാണ് അക്ഷരം? ABCD ചൊല്ലി നോക്ക്. വരണ്ടായിരുന്നു. 65 വയസ്സുമായി ഒരു കാക്കേര നിന്ന് ഉരുകുന്നു. കുട്ടിയകിലാണ് ഉത്തരം പറയുന്നത്. പറഞ്ഞോ. എച്ച്. എങ്ങനെ? എച്ചിലാണ് കാക്ക ഇരിക്കുന്നത്. മനസ്സിലായില്ലേ? അങ്ങനെയല്ല, ചോദ്യം ഉണ്ടാക്കാൻ നീ
ഗോലി സോഡയില് ഇപ്പൊ നമ്മള് പുരുഷ കഥാപാത്രങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്ത്രീകള് മേജർ സ്ത്രീ കഥാപാത്രങ്ങൾ എത്ര പേര്? പ്രേക്ഷകർ കാത്തിരിക്കുന്ന അവരെയാ. 3 പേരാണ്. പിന്നെ ഒന്ന് നോബിയുടെ സഹോദരിയായിട്ട് അഭിനയിക്കുന്ന രേഖ, അതുപോലെ തന്നെ നമ്മുടെ എല്ലാ പിന്നെ എപ്പിസോഡുകളിലും വെവ്വേറെ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ശ്രുതി, അതുപോലെ തന്നെ നമ്മുടെ ഒരു അയൽപ്പക്കത്തെ ഒരു സ്ത്രീ കാണുമല്ലോ എപ്പോഴും എന്തെങ്കിലുമൊക്കെ മുന്നായ്മയായിട്ട് അത് നമ്മുടെ എനിക്ക് എപ്പോഴും ലിഞ്ചു എന്നായി ഇപ്പം പേര്, ചിഞ്ചു. അപ്പൊ അവര് 3 പേരും വന്നിരിക്കട്ടെ ഞങ്ങൾ അല്ലേ. സെന്തിലിനും ബിനുവിനും വലിയ താങ്ക്സ്. ഓക്കെ, താങ്ക് യു. സോ ഗോലി സോഡയിലെ സ്ത്രീ കഥാപാത്രങ്ങൾ ദേ ഇപ്പൊ ഉണ്ട്. ശ്രുതി എങ്ങനെ ഉണ്ടായിരുന്നു? എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? ഇപ്പൊ കണ്ടിട്ടില്ല, ഇത് തന്നെ ഇവരുടെ ഇടയിൽ പെട്ടാൽ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കാം. ഡയലോഗും പറയാതെ ഇതിൽ ആരാണ് ഈ 3 പേരിൽ ഒരുങ്ങി എത്താൻ ലേറ്റ് ആവുന്ന നോബി? അവര് വന്ന് 3 മണിക്കൂർ കഴിഞ്ഞാൽ ഞങ്ങൾ വരുള്ളൂ. ഇപ്പൊ ഇന്ന് തന്നെ അവര് രാവിലെ വന്ന് എല്ലാം റെഡിയായിരുന്നു. പക്ഷെ അവരല്ലേ അങ്ങനെ ഈ പിള്ളേർ എല്ലാവരും പെട്ടെന്ന് റെഡിയായി വരുന്ന പിള്ളേർ. പിന്നെ സാധാ നാട്ടുപ്രദേശത്തെ കഥയല്ലേ, അപ്പൊ അതുകൊണ്ട് ഓവർ മേക്കപ്പ് ഒന്നും ഇല്ല മീനെ പോലെ. എന്നെ പോലെ ഇവര് വന്നിട്ട് മേക്കപ്പ് അഴിക്കാനേ ഉള്ളൂ, മേക്കപ്പ് ഇടാനില്ല കൂടുതലും. ചിഞ്ചു ഇതിൽ ഏറ്റവും എന്താ പറയാ, ചിഞ്ചുവിന് ഭയങ്കര വില്ലനായിട്ട് തോന്നിയാരാണ്? എന്നിട്ട് എന്നെ നോക്കുന്നതിനാണ് അവിടെ ഇരുന്ന് കണ്ണടച്ച് കാണിക്കുന്നത്. പറയരുത്, എന്റെ പേര് പറയരുത്. അങ്ങനെയല്ല, വില്ലൻ ഞാൻ ഉദ്ദേശിച്ചത് നമ്മള് അധികം ഒന്നും പെർഫോം ചെയ്യാതെ ടേക്കിന് കയറി കസറുന്ന ആളാരാണ്? ഒരേപോലെ തന്നെ. എന്നാൽ അടുത്ത് അറിഞ്ഞപ്പോഴത്തേക്ക് ഏറ്റവും സോഫ്റ്റ് എന്ന് തോന്നിയ ആരാണ് ഇതില്? നമ്മുടെ കുട്ടി. കുട്ടിയോ? കുട്ടിയാണെന്ന് ആ പേരിലെ കുട്ടിത്തം അന്നേരമാണ് മനസ്സിലായത്. ഞാൻ ഭയങ്കര സീരിയസ് ആയിരുന്നു നേരത്തെ. കണ്ടോ, ഏറ്റവും കുട്ടിയായിട്ട് തോന്നിയ കുട്ടി അഖില തന്നെയാന്ന് പറയുന്നത് മനസ്സിൽ. ഇനി വരട്ടെ, നമ്മൾ ഇനി മയത്തിൽ സംസാരിക്കാം. ഇനിയും ഉണ്ടല്ലോ, ഇനി നമുക്ക് നടക്കുന്നല്ലേ ഉള്ളൂ. രേഖ എങ്ങനെ ഉണ്ടായിരുന്നു? നോബിനെ പറ്റി എന്താ 2 വാക്ക് പറയാനായിട്ടുള്ളത്? നോബി ചേട്ടനെ നേരിട്ട് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര സീരിയസ് ആയിട്ടൊരു ക്യാരക്ടറായിട്ട് എനിക്ക് തോന്നിയത് ആദ്യം. പക്ഷെ പിന്നീട് അടുത്ത് നിന്ന് ഷൂട്ട് ചെയ്തോണ്ടിരിക്കുമ്പോഴും അതെ പിന്നെ മാറിക്കോളൂ. ഇനി ഷൂട്ട് ഉണ്ടല്ലോ, അപ്പം ആങ്ങളെയായിട്ടാ ചെയ്യുന്നത് ഇതിനകത്ത്. ആങ്ങളെയും പെങ്ങളുമാണ്. അപ്പൊ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാകില്ലല്ലോ. അല്ല അങ്ങനെയല്ല, ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവര് പറയുന്ന കോമഡി ആയിട്ട് എനിക്ക് ചിരി അടക്കാൻ വയ്യാഞ്ഞ് ഞാനത് അടക്കി പിടിച്ചിട്ടൊക്കെയാണ്. അതാ ഉദ്ദേശിച്ചത്. ഇനി മാറി വന്നോണ്ടിരിക്കും. അപ്പൊ അവന്റെ ഗൗരവം ഒന്നും ഇതൊന്നും അല്ല ഗൗരവം. അതിനു മുന്നേ ഇതിലെ ആദ്യം നോബിച്ചേട്ടന്റെ പെങ്ങളായിട്ടെന്ന് പറഞ്ഞിട്ട് ക്യാരക്ടറിന് ഞാൻ ഫോട്ടോസ് അയച്ചിട്ടുണ്ടായിരുന്നു. അത് പക്ഷെ സെലക്ട് ആയിട്ടില്ല. അയ്യോ, അപ്പൊ അവർക്ക് ഗ്ലാമർ ഇല്ലെന്നാണ് പറഞ്ഞത്. അല്ല എന്നാലും അതിനുശേഷം പക്ഷെ ഇതിൽ വരണം എന്നുള്ളൊരു വിധിയായിരുന്നു. പിന്നെ ഞാൻ എത്തിപ്പെട്ടു. ഭാഗ്യം. അല്ല എന്നാലും നോബിനെ അടുത്തറിഞ്ഞപ്പോ? നോബി ചേട്ടനെ മുന്നേ അറിയാം. എനിക്ക് കൊച്ചിനെ പോലെ ശ്രദ്ധ ഞാൻ കണ്ടിട്ടുണ്ട്. അച്ഛൻ കഥകളി ആർട്ടിസ്റ്റാണ്. ഇക്കൂട്ടത്തിൽ എന്നെയും ശ്രുതിയാണ് അണ്ണൻ കൊച്ചിലോട്ട് കണ്ടിട്ടുള്ളത്. നീ വയസ്സായാലും കുട്ടി തന്നെയല്ലോ. അല്ല എന്നാലും ഗോലി സോഡയില് ഇത്രയും പറയുമ്പോൾ നമ്മൾ ഓണക്കാലത്താണ് ഗോലി സോഡ വരാനിരിക്കുന്നത്. നോബിക്കോ നെൽസനോ അതുപോലെ തന്നെ പ്രശാന്ത് ഏട്ടൻ ഏതെങ്കിലും ഓണ സമയത്ത് നിങ്ങൾ സ്റ്റേജ് പ്രോഗ്രാംസ് ഒത്തിരി ചെയ്തവരാണ്, മറക്കാനാകാത്ത ഏതെങ്കിലും ഓണം ഓർമ്മസ് ഉണ്ടോ? ഈ ബിനുവിന്റെ തന്നെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു ഓണത്തിന്. ഏതായിരുന്നു? ബിനുവിന്റെ തന്നെ ഈ ഗോലിസോടെ പേര് കേട്ടോണ്ടാണ് എനിക്ക് ഓർമ്മ. ബിനുവിന്റെ തന്നെ ഒരു പ്രോഗ്രാം നമ്മൾ ചെയ്തിരുന്നു. അതായത് ഓണത്തിൻ്റെ ഇടയിൽ ഒരു കളിച്ച് ഇങ്ങനെ തമാശയ്ക്ക് ഓണത്തിന് ഇങ്ങനെ ഒരു കടയുടെ അടുത്ത് നിന്നിട്ട് വിരള് ഗോലിസോടക്കകത്തായി പോകും. ബിനുവിന്റെ സ്കിറ്റാണ്. വിരള് അതിനകത്താക്കി പോയിട്ട് പിന്നെ ഇത് ഇളക്കാൻ വേണ്ടി ഒരു കൊല്ലൻ്റെ അടുത്ത് ഓണത്തിൻ്റെ അന്ന് ഇതും കൊണ്ട് നടക്കുകയാണ്. അവിടെ ചെന്നപ്പം പുള്ളി ഇങ്ങനെ ഇരിക്കുന്നു, ഇതാണ് ചേട്ടൻ ഇത് ഇളക്കുന്നുണ്ട്. നോക്കുമ്പോൾ പുള്ളിയുടെ 5 പേരുടെ ഇതുപോലെ ഗോലിസോട കുരുങ്ങിട്ടിരിക്കുന്ന ക്ലൈമാക്സ് അതാണ്. അന്നത് മതിയായിരുന്നു ക്ലൈമാക്സ്. പുള്ളിയുടെ 5 പേരുടെ ഗോലിസോട കുടിക്കിട്ട് ഓണത്തിന് വീട്ടിൽ പോകാൻ പറ്റാതെ ഇങ്ങനെ. പ്രശാന്ത് ഏട്ടൻ ഏതെങ്കിലും ഓണം ഓർമ്മകളുണ്ടോ? കള്ളുടിയനായിട്ടൊക്കെ നിന്ന് പയറ്റുന്ന സമയം സ്റ്റേജിൽ വെച്ച് എന്തെങ്കിലും ഓണത്തിന് വല്ല കള്ളുടിയോ? ഓണമൊന്നുമില്ല, എല്ലാ ദിവസവും അടി മേടിക്കും. ഏതെങ്കിലും ഒരു മറക്കാൻ പറ്റാത്തൊരു അങ്ങനെ മറക്കാനാകാത്തൊരു കള്ളുകൂടിയും വന്ന് കെട്ടിപ്പിടിക്കുക ഉമ്മയ്ക്കുകയോ ഒക്കെ ചെയ്യില്ലേ നിങ്ങളെ? അത് അവർ ദൈവത്തെ കാണുന്ന പോലാണെന്ന് ആ സമയത്ത് നമ്മളെ വന്ന് ചില പണ്ടതൊക്കെ സ്റ്റേജ് പ്രോഗ്രാം കഴിഞ്ഞ് ചിലപ്പം ഈ പ്രായമുള്ളവരൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ വന്ന് നിൽക്കും. അമ്മയും പ്രായമുള്ള അച്ഛനമ്മയും വന്ന് നിൽക്കുമ്പോൾ ഇവിടെ നിന്നെ തിരക്കുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ചെല്ലുമ്പോഴത്തേക്ക് ഭയങ്കര ഞാൻ തന്നെ ഇത്രയും പ്രായമുള്ള ആൾ നമ്മൾ പറഞ്ഞു മോനെ പണ്ട് ഇങ്ങനെ ആയിരുന്നു ഈ ടീം. അപ്പം അങ്ങനെ അവർ ആ സ്നേഹം നമ്മളെ കാണാൻ വേണ്ടിയിട്ടുള്ള ഇതുപോലെ നമ്മൾ തിരുവല്ല ഒരു പുഷ്പമേളയ്ക്ക് ഞാൻ പരിപാടി കഴിയുമ്പോഴത്തേക്ക് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയില്ല.
അപ്പം ഇവർ കാരണം ഈ ടീമുകൾ ഇങ്ങനെ നിൽക്കും, സെറ്റായിട്ട് ഇങ്ങനെ നിൽക്കും. അപ്പം ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പോകാം എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ ബാക്കിയിരിക്കുക. അവസാനം സൗണ്ട് വർക്കുകാരും പോയി, ഞാനും സോണിച്ചനും മാത്രം ബാക്കി ഈ സ്റ്റേജിൽ നിൽക്കുക. അപ്പം സോണിച്ചൻ ഇങ്ങനെ നോക്കും ഈ അവർ പോലും. അപ്പം ഒരു 10-16 ഇങ്ങനെ കിടന്ന് ആടുക അവിടെ. ഇവർ ജന്മം ചെയ്താൽ പോലും അവരും ഉണ്ട്, ഞങ്ങൾ രണ്ടുപേരും ഉണ്ട്. ഞങ്ങൾ സോണിച്ചാൽ നമുക്ക് പോയേക്കാം കേട്ടോ, ഇനിയിപ്പോൾ ഇങ്ങനെ ആരുമില്ല, നമുക്ക് പോയേക്കാന്ന് പറയും. ഞങ്ങൾ ഇറങ്ങും. ഞങ്ങളങ്ങോട്ട് ഇറങ്ങി അങ്ങോട്ട് ചെല്ലുകയും എല്ലാം കൂടെ ഒറ്റ പറഞ്ഞു പിടിക്കും. ഒരു പിടുത്തമെന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഇങ്ങനെ ലെക്കില്ലാത്ത പിടുത്തമല്ലോ പിടി. എനിക്കാണെങ്കിൽ നമ്മൾ അറിയാതെ ഞാൻ ഇങ്ങനെ നിൽക്കുക, ഒരെണ്ണം വേറെ ഇങ്ങനെ പിടിച്ചോണ്ടോ പിടിച്ചുമ്മ വെച്ച് ഒരു രക്ഷയാണ്. ഈ കള്ളും കുടിച്ചിട്ട് ഈ ശംഭുവും കൂടി വെച്ചിട്ടുള്ള ഉമ്മയുണ്ടല്ലോ, എന്റെ ദൈവമേ, നമ്മള് വീട്ടിൽ ചെന്നാലും പക്ഷെ അവരുടെ സ്നേഹമാണ്. പക്ഷേ ഭയങ്കര റയർ ആയിട്ടാണ്. ഈതർ ഞാൻ നെൽസൂനെ എനിക്ക് കിട്ടും, ഇല്ലെങ്കിൽ പ്രശാന്ത് ഏട്ടനെ കിട്ടും, ഇല്ലേ നോബി? ഇത് രണ്ടുപേരും കൂടെ നിൽക്കുമ്പോൾ ഒരു ചെറിയ 2 മിനിറ്റ് മതി. 2 അസാധ്യ കള്ളുടിയന്മാരി, 2 manners ഉള്ള കള്ളന്മാര്. ഈ ഓണത്തിന് ഈ കള്ളുകൂടിയന്മാര് അങ്ങനെയല്ല ഞാൻ പറഞ്ഞു, കുടിയന്മാരെ അനുകരിക്കുന്നെന്ന് പറ. അനുകരിക്കുന്നത്. അതായത് ഈ 2 പേരിങ്ങനെ ഈ ഓണത്തിന് കണ്ടുമുട്ടുകയാണ്. ഇവര് ഒരു സംസാരം, ഇവരെന്തെങ്കിലുമൊക്കെയാണല്ലോ സംസാരിക്കുന്നത്, അങ്ങനെ പ്രത്യേകിച്ചല്ലോ. പക്ഷെ ഭയങ്കര മച്ച സംസാരിക്കലും ഏറ്റവും ബോധമുള്ള ആൾക്കാരാണ് അവര്. ബോധമുള്ള ആൾക്കാരാണ് ഇവിടെ പല കാര്യങ്ങളൊന്നും മാറി നടക്കുന്നത്. പക്ഷെ ബോധമില്ലെന്ന് പറയാൻ ഇവരെല്ലാ കാര്യത്തിലും ഇടപെടും, അവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യും. ആ ഒരു ചെറിയൊരു കോൺവെർസേഷൻ, ജസ്റ്റ് ഒരു 1 മിനിറ്റ് മതി. സാധാരണ ഇങ്ങനെ പറയുമ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് ഒന്ന് ചെയ്ത് നോക്കും 2 ആർട്ടിസ്റ്റും. ഇതിപ്പോ ഒരു കട്ടും ഇല്ലാതെ ഞങ്ങൾ ചെയ്യാം. എനിക്കൊന്ന് ഈ അണ്ണനും നെൽസണ്ണും പ്രശാന്ത് ഏട്ടനും കൂടെ ഇങ്ങനെ കുടിയന്മാരായിട്ട് എനിക്ക് തോന്നുന്നു ഗോലിസോഡയിലായിരിക്കും ആദ്യമായിട്ട് കേരളത്തിലെ 2 നമ്മളൊക്കെ ടി വിയിലും സ്റ്റേജിലും കണ്ടു വളർന്ന 2 കുടിയന്മാരാണ് ഇവർ. അപ്പൊ ഇവർ ആദ്യമായിട്ട് ഒരുമിച്ച് ഒരു സ്ക്രീൻ ഷെയർ ചെയ്യുന്നത് ഗോലിസോഡയിലാണെന്നാണ് എന്റെ വിശ്വാസം. അതിന് മുമ്പ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്കൊരു ആഗ്രഹം കൂടെ ഉണ്ട്. എനിക്ക് 2 പേരുടെ എക്സ്പ്രഷൻസ് ഭയങ്കര ഇഷ്ടമാണ്. 2 റേഞ്ചിലാ ചെയ്യുന്നത്. ആ എക്സ്പ്രഷൻസ് ആദ്യം ഒന്ന് കാണുമ്പോൾ വേണേ, ആ കുറച്ചൊരു സൈലൻസ് ഉണ്ട് ഇവരുടെ, ഭയങ്കര രസമാണ് അത് കാണാനായിട്ട്. ശൂരനാട്ടിൽ നിന്ന് ഒരാൾ പിറ്റായി തുടങ്ങി. എന്തുകൊണ്ടാ പരിപാടി? എല്ലാ പ്രാവശ്യവും ഉള്ളതാണ് എന്നെന്ന് വെച്ചിട്ടുണ്ടല്ല, ഇപ്പൊ വെള്ളമെല്ലാം ഒലിച്ചു പോയില്ല. പറയല്ലേ, ഓണം ഇപ്പൊ കട്ടാവും. വെള്ളം ഒഴിച്ച കാര്യം പറയ, വെള്ളം വന്ന കാര്യം പറയരുത്, പോയ കാര്യം പറയരുത്. അത് നമ്മൾ പിന്നെ വെള്ളം പോയാൽ നമ്മൾ ഇവിടെ നിന്ന് വെള്ളം കുടിക്കും. നമുക്ക് ധാരാളം വെള്ളമല്ലേ. പക്ഷെ ഇത് പറയുമ്പം നമുക്ക് ഇത്തിരി കഷ്ടം. പറഞ്ഞു. നീ അമ്പലത്തിൽ പോയി രാവിലെ ഞാൻ അമ്പലത്തിൽ പോയില്ല, എന്നെ എല്ലാവരുടെ ഉന്തിത്തള്ളി അമ്പലത്തിലോട്ട് വിട്ടു. നീ എന്തിനാ എന്തിനാ അമ്പലത്തിൽ പോണ? ഞാൻ ചോദിക്കട്ടെ, ഒരു മദ്യപാനിയെ ക്ഷേത്രത്തിലേക്ക് ആരെങ്കിലും കയറ്റുമോ? ആരും കയറ്റത്തില്ല. ഉന്തി തള്ളിയിട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ നിൽക്കും? എനിക്ക് എവിടെ നിൽക്കണം, എങ്ങനെ നിൽക്കണം എന്ന് അറിയാൻ മേത്ത എന്നെ തള്ളിയ ഞാൻ അമ്പലത്തിലോ പള്ളിയിലോ എവിടെ വേണേലും ഞാൻ പോയി വീഴും. അവിടെ നിന്ന് ഞാൻ ഇങ്ങനെ എഴുന്നേറ്റ് ഇങ്ങനെ എഴുന്നേക്കാൻ പാടുപെട്ടാ ഇങ്ങോട്ട് ഇങ്ങനെ എഴുന്നേറ്റ് ഇപ്പൊ പൂജാരി മോനെ സ്വസ്ഥത, ഒരു പൂജാരി ഒരു കുറി തന്നെ ഞാൻ ചെയ്യാൻ. ഇതിപ്പോ ഇച്ചിരി നോർമലാ, നല്ല ഫിറ്റാളി. നീ അങ്ങ് ആസ്വദിക്കുവാണോ? അല്ല പിന്നെ അത് ചെയ്ത് അല്ല, എല്ലാരും പറയും നമ്മൾ കഴിക്കുമ്പോഴേ നമുക്ക് ഇത് പറ്റത്തുള്ള നല്ലൊരു അതല്ല, ഇവര് കഴിച്ചിട്ടല്ല അത് ചെയ്യുന്നത്. നല്ല കാര്യമൊന്നും വേണ്ട, അപ്പൊ റൂട്ട് മാറും. പിപ്പിരിപിടുത്തം. ശാന്ത് ശാന്ത് എന്തമ്മനെ പ്രാ വരുന്നില്ല. എല്ലാം തീർന്നു, എല്ലാം പോയി. അവൻ വെക്കുന്നതിനകത്ത് എല്ലാം പോവും. ഞാൻ പറഞ്ഞു ഞാൻ നിന്നത് എന്തോ പറഞ്ഞിരുന്നില്ല. ഞാൻ എൻ്റെ പൊന്നു സുഹൃത്ത്, ഞാൻ ഇന്നലെ ഇല്ല, ജനിച്ചിട്ട് പോലും ഇല്ല. ഞാൻ ഇന്ന് രാവിലെ നീ ചുമ്മാ കള്ളം പറയല്ലേ. എന്തോന്നറിയോ, സുപ്രഭാതം പൊട്ടി വിടർന്നു ഊരിയ എന്തിനിങ്ങനെ ഉദിക്കുന്നു, ഒരു ജോലിയില്ല. അല്ല പൊങ്ങുക താഴുക. ചേട്ടാ, ദളപതിയുടെ സിനിമ കാണണ്ടേ നമുക്കൊന്ന്? എന്തോ പൊന്ന ഗോട്ട്
വിജയ് നമ്മുടെ വിജയുടെ തളപതിയുടെ നീ വരുന്നോണ്ടി. എവിടെ ഏട്ടാ? ആ എവിടാ നീ? സിനിമയ്ക്ക് ചെല്ലുന്ന പിന്നല്ല എന്റെ എവിടാ ശാന്ത ഇപ്രാ വരുന്നില്ല. ഓക്കെ ഇവർ എത്ര നേരം വേണമെങ്കിൽ ഇവർ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. കാരണം ലൈവാണ്, സ്പോട്ടാണ്. അല്ലാതെ ഇവർ ഈ സ്റ്റേജിൽ ഇത് ഇത്രയും കുടിച്ചിട്ടൊന്നും അല്ല ഇവരിത് പെർഫോം ചെയ്യുന്നത്. രണ്ടുപേർക്കും വലിയ കയ്യോ. ഈ നമ്മളിപ്പോ ഇരിക്കില്ലേ ഈ ഹോട്ടലിന്റെ വെളിയില് ബാറിൽ നിന്ന് അടിച്ചിട്ട് ഒന്ന് പൊക്കാൻ വേണ്ടി പോലീസ് നിൽക്കും. വണ്ടിയിൽ പോണവരാ കുതിപ്പിക്കാൻ വേണ്ടി. ഞാൻ ഇവിടെ കണ്ട കാഴ്ചയാണ്. ഇവിടെ ഒരാളെ അടിച്ച് വിറ്റായി എന്തിലാണ് വരുന്നവരോ കുതിരപ്പുറത്ത് വരും. തിരിച്ച് കുതിര എവിടെ വരുന്നത് ഏത് പോലീസ് ചോദിക്കും. വണ്ടി ഓടിച്ചാലേ കുതിര കൊണ്ട് കെട്ടു അമൂലയില് പുള്ളി പറഞ്ഞത്. കുതിര വണ്ടിയാണെങ്കിലും ചെക്ക് ചെയ്യാം ഡ്രൈവിങ്. ഇത് കുതിരപ്പുറത്ത് കയറി കുതിര കൊണ്ടുപോകും, കൊണ്ടിറക്കും വീട്ടില്. ആ പുള്ളിയുടെ വീട്ടിൽ തന്നെ ആയിരിക്കും കുതിര കൊണ്ടുപോകുന്നേ. പിന്നെ നമുക്കെല്ലാം ഒരു കൺട്രോളർ വേണമല്ലോ, ഒരു എല്ലാത്തിനും. നമുക്കൊരു അങ്ങനെ ഒരു കൺട്രോളർ ഉണ്ട് നമ്മുടെ പോലീസോടെ നയിക്കുന്ന. അപ്പം ബിജുവിനെ വിളിക്കാം അല്ലേ? ബിജുവിനെ വിളിക്കാം. അപ്പം ബിജു വാ. അപ്പോ ഗോലി സോഡയുടെ നമ്മുടെ ഡയറക്ടറെയും ബാക്കി കിരണിനെയും സെന്തിലിനെയും കൂടെ ഞാൻ ജോയിൻ ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യാണ്. പ്ലീസ് വരൂ. അപ്പോൾ ഇവർക്ക് നൽകുന്നത് മിൽമയാണ് ഇത്തവണത്തെ ഗിഫ്റ്റ് നൽകുന്നത്. ഓണം ഗിഫ്റ്റ് ആണ്. സോ ഞാനും ഡയറക്ടർ സാറും കൂടെ നമുക്ക് എല്ലാവർക്കും കൂടെ കൊടുത്താലോ? അത് മീര തന്നെ കൊടുക്കുക. ഇത്രയും നേരം നമ്മളോട് വളരെ മികച്ച രീതിയിൽ നമ്മളെ കോർഡിനേറ്റ് ചെയ്ത് നമ്മളെ എല്ലാം അല്ലെ പിഴിഞ്ഞെടുത്ത് നല്ല രീതിയിൽ ഇന്റർവ്യൂ നമുക്ക് പണ്ട് മുതലേ അറിയാലോ. താങ്ക് യു സോ മച്ച്. നമ്മുടെ കൗമുദി ടിവിയുടെയും എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.